തിരുവനന്തപുരത്തിലാണ് ഇപ്രാവശ്യം 63ാമത് കേരള സ്കൂൾ കലോത്സവം നടക്കുന്നത്. എന്നെ സംബന്ധിച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. കാരണം നാടകം എന്ന് പറഞ്ഞും ഒരുപാട് ഇനങ്ങളുടെ പേരിലും ഞാനും കലോത്സവം ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് ഒഴിവ് സമയം കിട്ടിയപ്പോൾ ഞാൻ ഏറ്റവും പങ്കെടുത്തിരുന്ന ഇനമായ നാടകം തന്നെ കാണാൻ പോയി. ഈ നാടകം നൂലിൽ എന്ന് പറയുന്ന ഒരു ഹാസ്യ നാടകമായിരുന്നു. നാടകം കഴിഞ്ഞപ്പോൾ ആ നാടകത്തിൻ്റെ ക്ലൈമാക്സ് കൊണ്ടുള്ള ഇമോഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല. സത്യം പറഞ്ഞാൽ കൂട്ടുകാരെയും ആ നാടകത്തിൻ്റെ സമയത്തുള്ള കുറേ മൊമെൻറ്റ്സൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈഫ് വാസ് സോ ബ്യൂട്ടിഫുൾ, കെയർ ഫ്രീ എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു വിഷമം തോന്നിയത്. പിന്നെ ഞാൻ നേരെ ഞങ്ങളുടെ സ്കൂളിലേക്ക് വരികയാണ്, കോട്ടൺ ഹില്ല് അറബിക് നാടകം കാണാൻ. ഭാഷ മനസ്സിലാവില്ലെങ്കിലും വയനാടിൻ്റെ വിഷയങ്ങളൊക്കെയാണ് ഈ ഒരു നാടകത്തിൽ കാണിച്ചത്. പിന്നെ ഒന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത ഇപ്രാവശ്യം എല്ലാ മെയിൻ സ്ട്രീം മീഡിയയുടെയും പവലിയൻസ് അവിടെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, ഞങ്ങളൊക്കെ പ്രൈസ് മേടിച്ച സമയത്ത് മീഡിയ ഒന്നും ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. ഞങ്ങളിങ്ങനെ പിടിച്ചു കൊണ്ടുപോകാനൊന്നും ആരും ഇല്ലായിരുന്നു റിസൾട്ടിന് ശേഷം. ഇപ്പോഴാണെങ്കിലോ അതിൻ്റെ തന്നെ ഒരു മേളമാണ് അവിടെ. ഇക്കണ്ടത് പളിയ നൃത്തമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കലോത്സവത്തെയൊക്കെ സംബന്ധിച്ച് വലിയൊരു നവോത്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഗോത്രവിഭാഗങ്ങളുടെ കലാരൂപങ്ങൾ ഉൾപ്പെടുത്തി കലോത്സവത്തിന് വേറൊരു നിറം നൽകിയിരിക്കുകയാണ് ഇപ്രാവശ്യം. ഇതാ പളിയ നൃത്തത്തിൻ്റെ വേറൊരു ഗ്രൂപ്പുമായിട്ട് ഞങ്ങൾക്കൊരു ബൈറ്റൊക്കെ എടുക്കാൻ പറ്റി. സോ ഇറ്റ് വാസ് എ വെരി വണ്ടർഫുൾ ഡേ. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എൻജോയ് ചെയ്യാമായിരുന്നു. പിന്നെ ഒരു ദിവസം മാത്രമാണ് ഇപ്രാവശ്യം കലോത്സവത്തിന് പോകാൻ പറ്റിയത്. എന്തായാലും ആ ഒരു ദിവസം പളിയ നൃത്തവും നാടകവും ഒക്കെ കണ്ട് കുറച്ച് വർക്കും ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തത്.